ഈ കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ മകൻ്റെ പിറന്നാളായിരുന്നു. അവൻ്റെ പിറന്നാൾ ദിനം എന്നുള്ളതിലുപരി ആ ഞായറാഴ്ച എന്നെ ഏറെ സന്തോഷിപ്പിച്ചത് അദ്വൈത് എന്ന 18 വയസ്സുകാരൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം അന്ന് സാക്ഷാത്കരിക്കുകയുണ്ടായി. അതിന് ചെറിയ രീതിയിലെങ്കിലും കാരണമാകാൻ എനിക്ക് സാധിച്ചു എന്നുള്ള സന്തോഷമാണ് എൻ്റെ മകൻ്റെ പിറന്നാളിനെക്കാട്ടിലും ആ ഞായറാഴ്ച എന്നെ സന്തോഷിപ്പിച്ചത്. ഏതാണ്ട് 2-3 ആഴ്ചകൾക്ക് മുൻപാണ് മലയാളത്തിലെ ഒരു പ്രമുഖ നടനും എൻ്റെ സുഹൃത്തുമായ ഒരാൾ വിളിച്ചു പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ ഒരു മകൻ, അവന് 18 വയസ്സായി, അവന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് ബെഡ് റിഡനാണ്, അവനൊരു ഇടുപ്പലിന് പ്രശ്നമുണ്ട്. അവൻ്റെ ഒരു വലിയ ആഗ്രഹം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ഇവാൻ വുക്കോമനോവിച്ചിനെ ഒന്ന് കാണുക എന്നുള്ളതാണ്. അത് സാധിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ചെയ്യാമോ? എനിക്ക് സത്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമുമായിട്ട് പ്രത്യേകിച്ച് കണക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ചിന്തയുണ്ടായില്ല. അപ്പോഴാണ് അതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ കൊച്ചിയിൽ പോയപ്പോൾ കലൂർ സ്റ്റേഡിയത്തിനടുത്ത് വെച്ച് വളരെ യാദൃശ്യമായി എൻ്റെ ആദ്യ സീരിയലിലെ സംവിധായകനായ ശ്രീ എ എം നസീറിനെ കാണുന്നു. തുടർന്ന് വെള്ളം സിനിമയുടെ സംവിധായകൻ പ്രജേഷ് തന്നെ അവിടെ വരുന്നു. ഞങ്ങളവിടെ കുറേ സമയം ചെലവഴിച്ച കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. അപ്പോൾ ആ സ്റ്റേഡിയത്തിന് ചുറ്റും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസ്റ്ററുകൾ കൊണ്ട് അലങ്കൃതമായിരുന്നു. ഇത് ഓർമ്മയിൽ വെച്ചുകൊണ്ട് ഞാൻ പ്രജേഷിനെ വിളിച്ച് ചോദിക്കുമ്പോൾ പ്രജേഷ് പറയുന്നു, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വളരെ അടുത്ത ഒരാളാണ് അഡ്വക്കേറ്റ് ഫൈസൽ, അദ്ദേഹം നമ്മുടെ നസീർക്കയുടെ അടുത്ത സുഹൃത്താണ്. ഞാൻ ഉടൻ തന്നെ എ എം നസീറിനെ വിളിക്കുന്നു. അദ്ദേഹം ഈ ഫൈസൽ കെയുമായിട്ട് ബന്ധപ്പെടുന്നു. തീർച്ചയായും ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞു, കാരണം എൻ്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമാണ്, അതൊന്ന് സാധിച്ചു കൊടുക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും അത് ചെയ്യാം. പക്ഷേ ഈ ടൂറ് നമ്മുടെ കേരള ടീം ആ സമയത്ത് പല കളികളുമായിട്ട് യാത്രയിലായിരുന്നു. ആ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ കഴിഞ്ഞ ഒരു മാസമായിട്ട് കൃത്യമായിട്ട് ഈ ടീമുമായിട്ട് നസീറേട്ടൻ ഫോളോ അപ്പ് ചെയ്യും, ഫൈസൽക്ക വഴി ഈ കാര്യങ്ങൾ കണക്ട് ചെയ്യും. ഈ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ എന്നെ വിളിച്ചു പറയുന്നു. അപ്പോൾ ഇതിനിടയിൽ ഈ മോൻ പല പ്രാവശ്യം വിളിക്കുന്നു, എന്തായി എന്ന് പറയുന്നു. അപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട്, ഈശ്വര എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിന് അദ്ദേഹത്തെ ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ. അങ്ങനെ അവസാനം കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ നസീറേട്ടൻ വിളിച്ച് പറയുന്നു, ഇന്ന് അദ്ദേഹം വൈകുന്നേരം 6 മണിക്ക് യാത്ര പോവുകയാണ്, അതിന് മുൻപ് എത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഞാൻ പെട്ടെന്ന് അദ്വൈതിൻ്റെ അമ്മയെ വിളിക്കുന്നു. അദ്വൈതിൻ്റെ അമ്മ അപ്പോൾ ബോംബെയിലാണ്. അപ്പോൾ അമ്മ അവരുടെ ഭർത്താവിനെ നാട്ടിൽ വിളിച്ചു പറയുന്നു. രാവിലെ പെട്ടെന്ന് റെഡിയാക്കി 4-4:30 ആകുമ്പോഴേക്കും അവർ കൊച്ചി ക്രൗൺ പ്ലാസയിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. 4-4:30 ആകുമ്പോഴത്തേക്കും ക്രൗൺ പ്ലാസയിൽ എത്തുന്നു. പക്ഷേ ആ സമയത്ത് കോച്ചൊന്ന് പുറത്തു പോയി. പക്ഷേ ഈ മോന് അവിടെ വണ്ടിയിൽ അധിക സമയം ഇരിക്കാൻ സാധിക്കില്ല. അപ്പോൾ തന്നെ നസീറേട്ടൻ അവിടുത്തെ മാനേജറെ വിളിച്ചു പറയുന്നു, അദ്ദേഹം അവരെ ടേക്ക് ചെയ്തുകൊണ്ട്. ആ മാനേജറിൻ്റെ പേര് ലാൽജിത്ത് എന്നാണ്. ലാൽജിത്തിനൊരു പ്രത്യേക നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അവരുടെ സ്പായിൽ കൊണ്ടുപോയി അവന് വളരെ കൃത്യമായ കിടക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. കോച്ച് വരുന്നു. ഈ മോൻ കോച്ചിനെ കാണുന്നു. കുറേയധികം സമയം സംസാരിക്കുന്നു, ചെലവഴിക്കുന്നു. അവിടെ അവനെ എണീറ്റ് നിൽക്കാൻ പോലും സാധിക്കാത്ത ഈ മോൻ ആ കോച്ചിൻ്റെ അടുത്ത് നിൽക്കാൻ പോലും സാധിക്കുന്നു. അവൻ വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നു. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം സഫലീകരിച്ച സന്തോഷത്തിൽ അന്ന് രാത്രി അവൻ തിരിച്ചു പോകുന്നു. ഇത് ഞാൻ ഈ കഥ പറയുന്നത് ഒരിക്കലും ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പറയുന്നതല്ല. കാരണം ഈ വാർത്ത മാധ്യമങ്ങളിലൂടെ നിങ്ങൾ അറിഞ്ഞതുകൊണ്ട് അതിൻ്റെ പുറകിൽ കുറച്ച് കഥകളുണ്ട്. ഞാൻ പറയാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത്, നമുക്ക് ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് നമുക്ക് മറ്റൊരാൾക്ക് സന്തോഷം നമുക്ക് കൊടുക്കാൻ സാധിക്കുമ്പോഴാണ്. ഈ അദ്വൈത് എന്ന് പറയുന്ന ഈ കുഞ്ഞിൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചൊരു കാര്യമല്ല, അല്ലെങ്കിൽ അതിനൊരു കാരണമാകാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ അവൻ്റെ ആ സന്തോഷം, അവൻ്റെ അമ്മയുടെ സന്തോഷം, അവൻ്റെ അച്ഛൻ്റെ സന്തോഷം, അത് നമ്മളോട് പങ്കുവയ്ക്കുമ്പോൾ, നമുക്ക് മറ്റൊരാൾക്കൊരു സന്തോഷം നൽകാൻ സാധിക്കുമ്പോൾ, അതാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ധന്യമായി കിട്ടുന്ന നമ്മുടെ സന്തോഷം, അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യം എന്നുള്ളൊരു കാര്യം എല്ലാവരെയും ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ കഥ പറയുന്നത്. എന്തായാലും നമുക്ക് എപ്പോഴും മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ നമുക്കുണ്ടാവട്ടെ. മറ്റുള്ളവൻ്റെ സന്തോഷത്തിൽ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ ഈ അദ്വൈത് മോന് ഈ കോച്ചിനെ കാണാൻ സൗകര്യം ഒരുക്കി തന്ന കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് അടുത്ത് നിൽക്കുന്ന അഡ്വക്കേറ്റ് ഫൈസൽ സാർ, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ജ്യേഷ്ഠ സഹോദരനുമായ ഡയറക്ടർ എ എം നസീർ, പ്രിയ സുഹൃത്ത് ശ്രീ പ്രജേഷ് സെൻ, ഒപ്പം തന്നെ ഇവനെ ക്രൗൺ പ്ലാസയിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത അവിടുത്തെ മാനേജർ ലാൽജിത്ത്, ഇവർക്കെല്ലാം എൻ്റെ ഒരു പ്രത്യേക നന്ദി കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, നമുക്ക് ജീവിതത്തിൽ നമുക്ക് സാധിക്കില്ല എന്ന് പോകുന്ന പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം, ഒരു പ്രകാശം പരത്തുവാൻ, ഒരു ചെറിയ കൈത്തിരി വട്ടമെങ്കിലും കൊളുത്തുവാൻ നമുക്ക് സാധിച്ചാൽ അതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. നാം ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം
സാർത്ഥകമാവുന്നത്. ഈ ചിന്ത നിങ്ങളോടൊപ്പം പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ സംഭാഷണം അവസാനിപ്പിക്കുന്നു. താങ്ക് യു.